എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ, കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ പശുക്കൾക്കായാലും ചെന പിടിക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുന്ന കുറേ കർഷകരെ കുറിച്ച് നമുക്കറിയാമല്ലേ. കുറേ കാലം നോക്കി ഉണ്ടാക്കിയ ഒരു പശുക്കുട്ടീനായാലും നമ്മൾ കുറേ കാലം നോക്കിയതിന് ശേഷമാണ് അവരൊന്ന് മതിലക്ഷണം കാണിക്കുകയും അവയെ കുത്തിവെക്കാറാവുകയും ഒക്കെ ചെയ്യുക. അപ്പോൾ ആ സമയത്ത് 10ഉം 12ഉം തവണ കുത്തിവെച്ചിട്ടും ചെന പിടിക്കാത്തതായിട്ടുള്ള ഒരുപാട് പശുക്കളും നമ്മുടെ നാട്ടിലുണ്ടല്ലേ. അപ്പോൾ അവയ്ക്ക് എന്താണ് പ്രതിവിധി എന്നൊക്കെ കുറിച്ചുള്ള ഒരു കുഞ്ഞറിവായിട്ടാണ് കേട്ടോ ഞാൻ ഇന്നത്തെ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ല എന്തെങ്കിലും തെറ്റ് തോന്നിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് പറയാനും മറക്കരുത്. എന്നാലല്ലേ എനിക്കും തെറ്റ് തിരുത്താനായിട്ട് പറ്റുള്ളൂ. ക്ഷീരകർഷകരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗുരുതരമായ പ്രശ്നം തന്നെയാണ് പശുക്കുട്ടികളിലും പശുക്കളിലും ഉണ്ടാകുന്ന വന്ധ്യത. 10ഉം 15ഉം തവണ കുത്തിവെച്ചിട്ടും ചെന പിടിക്കാത്ത പശുക്കൾ ഉടമകൾക്ക് വളരെ സാമ്പത്തിക നഷ്ടം തന്നെയാണല്ലേ. ഇവയിൽ പലതും നല്ല ഇനത്തിൽപ്പെട്ട പശുക്കിടാങ്ങളായതിൽ നമുക്ക് കൊടുക്കാനായാലും വളരെയധികം വിഷമമുള്ള ഒരു കാര്യമാണ്. അവയെ ഉപേക്ഷിക്കാനായിട്ട് ഒരിക്കലും നമ്മൾ ക്ഷീരകർഷകരെ സംബന്ധിച്ചിടത്തോളം നമുക്കാവില്ല. കുട്ടികൾ കാണുന്ന മതിലക്ഷണങ്ങൾ ശരിയായ രീതിയിൽ നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ നമുക്ക് കുട്ടികൾക്ക് ചെന പിടിക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ വരുന്നത്. പണ്ടത്തെ കർഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചെറിയ ഒരു മാറ്റങ്ങൾ വരെ അവർക്ക് ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കൂടുതലായിട്ടും ഇപ്പോൾ തൊഴുത്തിൽ കെട്ടിയിടുന്നത് മൂലമോ എന്തുകൊണ്ടോ നമുക്ക് പലർക്കും കുട്ടികൾ കാണിക്കുന്ന മതിലക്ഷണങ്ങൾ അറിയാത്തത് കൊണ്ടും ചിലപ്പോൾ ഈ ചെന പിടിക്കാൻ ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ 2ഉം 3ഉം തവണയൊക്കെ മതിലക്ഷണം കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മൾക്ക് അറിയുന്നുണ്ടായിരിക്കാം മതിലക്ഷണം കാണിച്ചിട്ടുണ്ട് എന്നൊക്കെ കേട്ടോ. അപ്പോൾ മതിലക്ഷണം കാണിച്ച് 18 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ അവയെ കുത്തിവെക്കാനായിട്ട് ശ്രമിക്കുക. കാരണം 18 മണിക്കൂറിന് ശേഷം കുത്തിവെച്ചിട്ട് കാര്യമില്ല, വെറുതെ നമ്മുടെ പൈസ കുറേ കൊണ്ട് കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഒരു 18 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ കുത്തിവെക്കാനായിട്ട് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ. നമ്മൾ 18 മണിക്കൂറിന് ശേഷം കുത്തിവെച്ച് അവരുടെ മതിലക്ഷണം കുറേയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിന് ശേഷം നമ്മൾ കുത്തിവെച്ചിട്ട് ഒരു കാര്യവുമില്ല. അപ്പോൾ നമ്മൾ 18 മണിക്കൂറിൻ്റെ ഉള്ളിലാണ് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട് എങ്കിൽ വേഗം തന്നെ അത് കുത്തിവെക്കാനായിട്ട് ശ്രമിക്കുക. ചില പശുക്കുട്ടികൾക്ക് ഹോർമോണിൻ്റെ പ്രശ്നം മൂലവും ചെന പിടിക്കാനായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ കാണിക്കും കേട്ടോ. ചില പശുക്കുട്ടികൾക്ക് ഹോർമോണിൻ്റെ പ്രശ്നം, പിന്നെ ഗർഭപാത്രത്തിൻ്റെ വളർച്ച, അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ കുത്തിവെച്ച് കഴിഞ്ഞ് പെട്ടെന്ന് ചെന പിടിക്കുന്നുള്ളൂ. അപ്പം നിങ്ങൾ എപ്പോഴായാലും കുട്ടികൾ മതിലക്ഷണം കാണിച്ച ഉടൻ തന്നെ ഡോക്ടറിനെ വിളിച്ച് അവയ്ക്ക് എങ്ങനെയുണ്ട്, അവരുടെ ഗർഭപാത്രം ഓക്കെ ആണോ, അല്ലെങ്കിൽ അത് വാഷ് ചെയ്യേണ്ട കാര്യമുണ്ടോ. ഫസ്റ്റത്തെ മതിലക്ഷണം കാണിച്ച ഗർഭപാത്രം ഒന്ന് വാഷ് ചെയ്തിട്ട് പിറ്റത്തെ മതിലക്ഷണം കാണിക്കുമ്പോൾ കുത്തിവെക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. കാരണം ഞാൻ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഫസ്റ്റത്തെ മതിലക്ഷണം കാണിച്ച ഉടനെ തന്നെ കുത്തിവെക്കണമെന്നില്ല. 2ാമത്തെ മതിലക്ഷണം കാണിക്കുമ്പോൾ കുത്തിവെച്ചാലും നമുക്ക് കുഴപ്പമില്ല. കാരണം ആദ്യത്തെ മതിലക്ഷണം കാണിച്ചു കഴിഞ്ഞാൽ ഗർഭപാത്രം ഒന്ന് കഴുകി അല്ലെങ്കിൽ ഡോക്ടർമാരെ വിളിച്ചിട്ട് ഗർഭപാത്രത്തിൻ്റെ വളർച്ചയൊക്കെ ഓക്കെ ആണോ, ഒരു കോട്ടിക്കായയുടെ വലിപ്പമെങ്കിലും ആവണം, അല്ലെങ്കിൽ ഒരു ചെറുനാരങ്ങയുടെ വലിപ്പമെങ്കിലും ആവണം ഒരു പശുക്കുട്ടികളുടെ ഗർഭപാത്രം വളർച്ച എത്തി എന്നൊക്കെ പറയാനായിട്ട്. ചില പശുക്കുട്ടികൾ പുറമേക്ക് നല്ല വലിപ്പമൊക്കെ ഉണ്ടാവും, പക്ഷേ ഗർഭപാത്രത്തിൻ്റെ വലിപ്പം ഒരു കുന്നിക്കുരുവിൻ്റെ അത്ര മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെയൊക്കെ കുത്തിവെച്ചിട്ട് യാതൊരുവിധ കാര്യമില്ല. അപ്പോൾ ഫസ്റ്റത്തെ മതിലക്ഷണം കാണിച്ച ഉടൻ തന്നെ നമ്മളൊരു ഡോക്ടറിനെ വിളിച്ച് ആളുടെ നിർദ്ദേശപ്രകാരം കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പോൾ ആൾ പറയും ഗർഭപാത്രത്തിൻ്റെ വളർച്ചയൊക്കെ ഓക്കെ ആണോ, അല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും പറയും. അപ്പോൾ നമുക്ക് മരുന്നുകൾ കൊടുക്കണമെങ്കിൽ ആ സമയത്ത് കൊടുത്തു കഴിഞ്ഞാൽ 2ാമത്തെ മതിലക്ഷണം കാണിക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് അവയുടെ കാര്യങ്ങൾ നീക്കാം. അപ്പോൾ തന്നെ പകുതി നമുക്ക് ബുദ്ധിമുട്ടുകൾ കുറഞ്ഞു കിട്ടും. കാരണം ഒരുപാട് കാശ് ചിലവാക്കി നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതല്ലേ, എല്ലാതും ഒരേ രീതിയിൽ തന്നെ ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ മതിലക്ഷണം കാണിച്ചു കഴിഞ്ഞാൽ ഒരു ഡോക്ടറിനെ വിളിച്ച് ഗർഭപാത്രം ഒന്ന് കഴുകിച്ച്, അല്ലെങ്കിൽ ഗർഭപാത്രത്തിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ, ആദ്യം തന്നെ കുത്തിവെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, 2ാമത്തെ തവണ കുത്തിവെച്ചിട്ട് നമുക്ക് ചെന പിടിപ്പിക്കാം. കാരണം നമ്മൾ അത്രയും നാൾ വെയിറ്റ് ചെയ്തല്ലോ. അപ്പോൾ 2ാമത്തെ മതിലക്ഷണം കാണിക്കുമ്പോൾ നിങ്ങൾ കുത്തിവെക്കാനായിട്ട് കൂടുതലായിട്ട് ശ്രമിക്കുക. അപ്പോൾ പെട്ടെന്ന് ചെന പിടിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ 2ാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇവർ മതിലക്ഷണം കാണിക്കുന്ന സമയം ആ സമയത്ത് അല്ലെങ്കിൽ ഒരു 16 മണിക്കൂറിൻ്റെ ഉള്ളിൽ 16 മണിക്കൂറിനുള്ളിലാണ് നമ്മളൊരു പശുക്കുട്ടീനെ കുത്തി വെക്കേണ്ടത്. അതിന് മുന്നേ ആയിട്ട്
നിങ്ങൾ ഒരു 2 നാടൻ കോഴിമുട്ട എടുത്തിട്ട് 2 നാടൻ കോഴിമുട്ട, 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമ്മുടെ വീട്ടിൽ പൊടിപ്പിക്കുന്നതോ അല്ലെങ്കിൽ കടയിൽ നിന്ന് മേടിക്കുന്നതോ എന്തും ആവട്ടെ, 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുക്കുക. അതിൽ ഒരു 100 ml വേപ്പെണ്ണ കിട്ടും. വേപ്പെണ്ണ നമ്മുടെ ആയുർവേദ കടകളിലൊക്കെ കിട്ടുന്നതാണ്. ഒരു 100 ml വേപ്പെണ്ണ എടുക്കുക. ഒരു 95 രൂപ അങ്ങടെ ഉള്ളൂ. അതെടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് മിക്സിയിൽ അടിച്ചാലും കുഴപ്പമില്ല കേട്ടോ. നന്നായിട്ട് അത് മിക്സ് ചെയ്തെടുത്തിട്ട് അത് വായിൽ ഒഴിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ കാൽസ്യത്തിൻ്റെ കുപ്പിയൊക്കെ കിട്ടുന്നുണ്ട്. അതിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് അവർ കുടിച്ചോളും, തുപ്പിക്കളയില്ല. തുപ്പിക്കളഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പകുതിയേ ചെല്ലുണ്ടാവുള്ളൂ, പകുതി അവർ തുപ്പിക്കളയും. അതിന് നല്ലതാണ് കാൽസ്യം കൊടുക്കുന്ന കുപ്പിയിലാക്കിയിട്ട് ഇത് വായിൽ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അവരത് കുടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചെന പിടിക്കാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പശുക്കുട്ടി പരിപാലനമൊക്കെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമ്മൾ ക്ഷീരകർഷകരെ സംബന്ധിച്ചിടത്തോളം ഒരു പശുക്കുട്ടി വളർന്ന് വലുതായി അവയെ കുത്തിവെച്ച് അവ പ്രസവിക്കുന്നത് വരെയുള്ളത് വലിയൊരു ടാസ്ക് തന്നെയാണല്ലേ. അത്രയും നീണ്ട കാത്തിരിപ്പിന് ശേഷമാണ് ഒരു പശുക്കുട്ടി കുത്തിവെച്ച് അത് അമ്മയായി അത് പാൽ ചുരത്തി തരുന്നത് വരെയുള്ള കാലയളവ്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പശുപരിപാലനമായിട്ട് മുന്നോട്ട് പോയി നല്ലൊരു ജീവിതം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് നമുക്ക് വളരെയധികം ആഗ്രഹമുള്ള കാര്യമല്ലേ. അപ്പോൾ അതുപോലെ എല്ലാവരും നല്ല രീതിയിൽ പശുപരിപാലനവും പശുക്കൾക്കായാലും ഈ ഒരു മിശ്രിതം നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ. പശുക്കൾക്കായാലും മതിലക്ഷണം കാണിച്ചാൽ തന്നെ ഈ ഒരു മിശ്രിതം നിങ്ങൾ കൊടുക്കാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ചെന പിടിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞത് നിങ്ങൾക്ക് തെറ്റായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും എന്നോട് ക്ഷമിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. ടാറ്റാ.